ഇന്നൊരു അവിയൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മുരിങ്ങാക്കോലും പച്ചക്കായയും മാത്രം കിട്ടിയില്ല. ബാക്കി എൻ്റെ കയ്യിലുള്ള ഒരുവിധം പച്ചക്കറികൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഞാൻ തൊട്ട് തലേന്നാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അരിഞ്ഞ് നമ്മുടെ നേരം പോവും. അപ്പോൾ എന്തുകൊണ്ട് നല്ലത് നമ്മൾ തൊട്ട് തലേന്ന് തന്നെ അരിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എടുത്ത് വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ആവശ്യത്തിന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളുടെ കഴുകി വെച്ച പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല പോലെ എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 3-4 മിനിറ്റ് നേരം വേവാൻ വേണ്ടി വെച്ച് കൊടുക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം, കാരണം നമുക്കിതിൽ ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ആവിയിൽ തന്നെ നമ്മളുടെ ഈ ഒരു പച്ചക്കറികളെല്ലാം ഒരു 3-4 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നതാണ്. അതിലേക്ക് ചേർക്കാനായിട്ട് നാളികേരം, ജീരകം, കുഞ്ഞുള്ളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടാവണം. അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു പച്ചക്കറി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളൊരു 4-5 പച്ചമുളക് ഉണ്ട്, അതുകൂടി ആഡ് ചെയ്യാം. എനിക്ക് പച്ചമുളക് ഇങ്ങനെ ചേർക്കാനാണ് ഇഷ്ടം. കാരണം നമുക്ക് വേണമെങ്കിൽ പച്ചക്കറികളുടെ കൂടെ തന്നെ ഇടാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ പച്ചമുളക് ഇത്തിരി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കളറിൽ, ആ ഒരു അതിൻ്റെ തനതായ കളറിൽ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ 1 മിനിറ്റ് കൂടി അത് വേവാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ അരപ്പ്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ജീരകവും ചേർന്നിട്ടുള്ളത് നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നടുക്കൊരു കുഴി പോലെ ഒന്ന് സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം അതിടാനായിട്ട്. അതൊന്ന് ചെറുതായിട്ട് വകഞ്ഞു കൊടുത്തതിന് ശേഷം 2 സ്പൂൺ തൈര്, ആവശ്യത്തിന് പുളിയുള്ള 2 സ്പൂൺ തൈരും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നല്ല പോലെ എല്ലായിടത്തേക്കും മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വെള്ളം ചേർക്കാതെ പച്ചക്കറി വേവിച്ചെടുത്തുകൊണ്ട് മാത്രമാണ് നമ്മളുടെ ഈ പച്ചക്കറികൾ ഇതുപോലെ തന്നെ അരിഞ്ഞ പോലെ തന്നെ നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കുഴഞ്ഞൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മളുടെ പച്ചക്കറിക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലുണ്ടായ വെള്ളത്തോണ്ട് തന്നെയാണ് വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഞാനിവിടെ തൂവി കൊടുക്കുന്നുണ്ട്. അവിയലിന് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. ഏകദേശം നടുഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ വക്കുന്നും എടുത്തുങ്ങാട്ട് ഇതുപോലെ തട്ടിപ്പൊത്തി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ച് നേരം നമ്മുടെ ഈ പാനൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ള ആ ഒരു ഇതിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അവിയൽ വീഡിയോ.